Hi friends, എല്ലാവർക്കും ഗ്രീൻ ടൂൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കണ്ട സുഹൃത്തുക്കളിൽ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വർക്ക് കാണാൻ കൊറോണയുടെ പോലെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്കും അതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബോട്ടിലിന്റെ ഷേപ്പ് കൊറോണയോട് അത്രയ്ക്ക് മാച്ച് ചെയ്ത് നിൽക്കണില്ല. അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു ഷേപ്പിന് മാച്ച് ആവുന്ന വിധത്തിലൊരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടത്തൊണ്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് മുട്ടത്തൊണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അതൊരു കൊറോണയുടെ ഷേപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡ് അക്രിലിക് കളർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒരു ഫസ്റ്റ് കോട്ട് നമ്മൾ ഈ ഒരു എക്സെല്ലിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ റെഡ് കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. പിന്നെ ഞാൻ ഈ മുട്ടയുടെ സൈഡിലായിട്ട് ചെറിയൊരു ഹോളാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൂടെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് കളഞ്ഞേക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ഹോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ച് കവർ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു എഗ്ഗിന്റെ ഷേപ്പിൽ തന്നെ അത് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കോട്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഒരു ഈർക്കിളിയുടെ മുകളിലോ ബാംബൂ സ്റ്റിക്കിന്റെ മുകളിലോ ഒക്കെ വെച്ച് അത് നന്നായി ഉണക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചെറിയ A4 ഷീറ്റിന്റെ പീസ് ഇതുപോലെ എടുക്കുക. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു ഈർക്കിളി വെച്ചിട്ടോ അല്ലെങ്കിൽ പേനയുടെ ട്യൂബൊക്കെ വെച്ചിട്ട് മടക്കി കൊടുക്കുക. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ കുറച്ച് ബോറടി ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അറിയാത്തവർ ഇത് കാണുകയാണെങ്കിൽ അവർക്കും കൂടി മനസ്സിലാവേണ്ടതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പോർഷനും നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്കിന്റെ മുകളിലൊക്കെ വെച്ച് കളർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൈമൊന്നും ആവാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ അത് ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ചട്ടയുടെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റേപ്പിൾ ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തേക്കുന്നതാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു എഗ്ഗ് ഉരുണ്ടൊന്നും പോവാണ്ട് കറക്റ്റ് ഇതിന്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള ഒരു ഹോൾഡറാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി പണികൾ എളുപ്പമായി. കാരണം മുട്ട തെന്നി പോകുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു മുട്ട ഉരുണ്ട് പോവും, ആകെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും. അതുപോലെ എങ്ങനെയാണ് ഈ സ്റ്റിക്കൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് ഇത് ഒട്ടിക്കുക, അതിന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന്റെ മുകളിൽ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ നല്ല അടിപൊളി കൊറോണ ലുക്കിൽ ഈ ഒരു എഗ്ഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഉപയോഗം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പാകത്തിന് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി ടാഗ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്. സോ അടുത്ത വീഡിയോ ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.